അഭിഷേകം ചെയ്യുവാൻ ഈ ദാസനെ അനുഗ്രഹിച്ചാലും അങ്ങയുടെ ആജ്ഞയനുസരിച്ച് ഈ തൈലം ബാലനായ ദാവീദിന്റെ ശിരസിൽ ചൊരിയുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് മഹത്വം. ഇതാ ഇസ്രായേലിനെ ഭരിക്കുന്നവൻ അഭിഷിക്തനായിരിക്കുന്നു. വിജയം എങ്ങനെ കിട്ടുമെന്നല്ല, വിജയം എന്തിനു കിട്ടുന്നു എന്നുള്ളതാണ് കാര്യം. വീരന്മാരുടെ കഥയിലാണ് അവൻ യോനാഥാന്റെ പാരമ്പര്യക്കാരൻ സ്വപ്നം കാണുന്നതോ അതേ കൂടിയാണ്. ഒരിക്കൽ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ നീ പ്രായത്തിന്റെ കാര്യം മറന്നു പോകുന്നു. ഇന്ന് ഞാൻ ചെറുപ്പമല്ല, എങ്കിലും ജീവിച്ചത് ശൗലിന്റെ യോനാഥാന്റെ
ചെയ്യാമെന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് പൂർണ്ണ യുദ്ധമാണ് പറ്റിയതെങ്കിൽ അങ്ങനെ, അതല്ല ഒരു വിരോധമെങ്കിൽ അങ്ങനെ. ഇത് ധർമ്മയുദ്ധമല്ല. അല്ല, ആര് പറഞ്ഞു കാണുന്നു? യാതൊരു യുദ്ധവും ധർമ്മയുദ്ധമല്ല. ഇസ്രായേലിൽ നിന്നും തിരിച്ചു മുതൽ നാം നിരന്തരമായി യുദ്ധം ചെയ്തു. ഇതെല്ലാം ധർമ്മയുദ്ധമായിരുന്നെങ്കിൽ നാം ഇന്ന് എവിടെ എത്തുമായിരുന്നു? അനേക തലമുറകളായി അവർ അനുഭവിക്കുന്ന നാട് നാം ബലമായി പിടിച്ചെടുക്കുന്നത് എവിടെയാണ് ധർമ്മം കുത്തിച്ചെടുക്കുക? ഉന്നതമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുകയാണ് സൈന്യത്തിന് എന്നും ഉത്സാഹം. ഉന്നതമായ ലക്ഷ്യം, അവന്റെ ഒരു വീരാത്മകത്വം. മരിച്ച വീരന്മാരുടെ ഭാര്യമാരോട് ചോദിക്കുക, അവർ പറയും വീരസ്വർഗം മറ്റു മരണങ്ങളെക്കാൾ എത്ര കേമമാണെന്ന്. എന്റെ ഭാര്യ അത്ര ധീരത്വത്തിന് അതിന് നീ മരിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ യുദ്ധത്തിൽ മരിക്കാൻ മാർഗവുമില്ല. അതൊക്കെ പോട്ടെ, കാര്യങ്ങളുടെ നിലപാട് എങ്ങനെയെന്ന് നോക്കട്ടെ. ആരാമ്യം അടുത്തേക്കും യുദ്ധത്തിൽ ഇറങ്ങുകയില്ല. അവർക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞു. അവർ നമ്മുടെ ദൂതന്മാരുടെ തലമുടി വലിച്ചു കളഞ്ഞു. നാം അതിന് പകരമായി അവരുടെ തലയിൽ കളഞ്ഞു. അപ്പോൾ കാര്യം സമമായി. സമയലാഭം പുറമേ. ഇനി ആ വശത്തു നിന്ന് അപകടമൊന്നുമില്ല. പെണ്ണുങ്ങളായത് കൊടുത്തില്ലെങ്കിൽ അതിലൊരു സഹായം തോൽക്കില്ല. യേബൂസിനെ കാര്യമാക്കാനില്ല. പൊതുശത്രുവിനെതിരായി യോജിക്കുകയെന്ന് പറ്റി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല. അവർ ചെയ്യുന്നതല്ല യുദ്ധതന്ത്രമല്ല, മുട്ടാപ്പോക്കാണ്. അങ്ങുകൂടി ഉണ്ടായിരുന്നെങ്കിൽ വയ്യയോ, തലമണയും വെക്കാതെ ഭരിക്കാൻ മാത്രം ഞാൻ യുദ്ധം ചെയ്തു. ഇനി സമരമഹികൾക്ക് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇതൊരു സമരമല്ലല്ലോ. ബുദ്ധി ഉപയോഗിച്ച് നടത്തുന്നു സമരമല്ലെന്നാണ്. ഞങ്ങൾ പരിചയിച്ച വിദ്യകളോ ഓ, സാരമില്ല, ഒരു പഠിപ്പിച്ചു തരാം. ഇതാണ് യോർദാൻ നദി. ഇവിടെ നിന്ന് നദി കിടക്കും. ഇവിടെ നിന്ന് നേരെ കിഴക്കോട്ട് പോകാം. അവിടെയൊന്നും യാതൊരാക്രമണം ഉണ്ടാകില്ല. ഇതാണ് രബ്ബ. ഇത് രബ്ബയ്ക്ക് പടിഞ്ഞാറ് വശത്തുള്ള മൈതാനം. അങ്ങ് ഈ വഴികളൊന്നും മറന്നിട്ടില്ലല്ലോ. എങ്ങനെ മറക്കും? അന്ന് തലയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ. കിരീടം പിന്നീടല്ലേ കിട്ടിയത്. പോരാത്തതിന് ശമൂഹത്തിന് എങ്ങനെയാണ് തലയിൽ? ശരി കുറിയ, മൈതാനത്തിലെത്തിയാൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണമെന്നില്ല. കയറി ആക്രമിക്കണ്ടെന്ന് മാത്രം, യുദ്ധം വേണ്ടെന്നല്ല. ഇതാ ഇവിടെ ഒരു പാറക്കെട്ടുണ്ട്. വേഗം ഒരു ചെറിയ സൈന്യമായി പട്ടണത്തിന്റെ കിഴക്ക് വശത്തെത്തി താവളമടിക്കുന്നു. പക്ഷേ അപകടം കിടക്കുന്നത് ഇതാ ഇവിടെ വടക്ക് വശത്താണ്. ഇവിടെയാണ് അവരുടെ കിണറുകൾ. ഊറിയ ആ കിണറുകൾ പിടിക്കണം. പട്ടണത്തിലേക്ക് ആരും കടക്കാനോ പട്ടണത്തിൽ നിന്ന് പുറത്തു പോകാനോ ആരെയും അനുവദിക്കരുത്. 30 ദിവസത്തിനകം രബ്ബ കീഴടങ്ങും. ഒറ്റുകാരിയച്ചോ? അവർ നേരത്തെ പോയിട്ടുണ്ട്. അവിടെ വലിയ തയ്യാറൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. വെള്ളത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. യോവ, എനിക്ക് ഇത്രയും യുദ്ധമാണ് ഇഷ്ടം. ഈ വെട്ടും തടയുമല്ല ഞാൻ മടുത്തു. ഇവിടെ തന്നെ ഉണ്ടല്ലോ നാക്കിന്റെ മൂർച്ച വാളയും ഉണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധത്തിലോ ചെറുപ്പക്കാർ അവന്റെ ഇടങ്ങൾ കണ്ടില്ല. ഒരു ഒറ്റയാളെ പോലും അനാവശ്യമായി ചെലവാക്കാൻ ഇസ്രായേലിന് കഴിയില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ വല്ലവന്റെ തലവെട്ടുന്നത് മാത്രമാണോ? സ്വന്തം തലയ്ക്ക് സ്ഥാനഭ്രംശം സംഭവിക്കാമെന്ന് മറക്കണ്ട. നിനക്ക് മുമ്പും ഇസ്രായേലിൽ വീരന്മാരുണ്ടായിട്ടുണ്ട്. ശിംശോൻ എവിടെയാണ് അവസാനിച്ചത്? യോനാഥാൻ എവിടെ? ശൗലിന്റെ കുന്തത്തണ്ട് നിനക്കെടുത്ത് ഉയർത്തുവാനാവുന്നില്ല ഊറിയ. ഞാൻ ഇത്രയെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മൂണിയോട് കരുണ കാണിക്കുന്ന അർത്ഥമില്ല. അവരത്ര പന്തിയായ ഇറക്കാനല്ല. ഊറിയ, നീ നിരാശപ്പെടാറില്ല. യുദ്ധങ്ങളൊക്കെ ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. എപ്പോഴാണ് പുറപ്പെടുക?
എന്താ വായിച്ചാൽ കൊള്ളാമെന്നുണ്ടോ? എനിക്ക് മറ്റൊരാളുടെ പരിചയം. രണ്ടും ഒരുമിച്ചായിക്കൂടെ? അത് ഒരാൾക്കല്ലേ കഴിയും വിശ്വ. അവിടെ ഓടക്കുഴൽ പ്രസിദ്ധമാണ്. കവിണയാണ് കൂടുതൽ പ്രസിദ്ധം. ഗോലിയത്തും മറ്റും പഴങ്കഥകളല്ലേ? അത് ആരംഭം മാത്രമായിരുന്നു വിശ്വ. പിന്നീടല്ലേ കഥകൾ തുറന്നിട്ടുള്ളത്. സമ്മതിച്ചു. പക്ഷേ ഏതാണ് നിലനിൽക്കുന്നത്? ആ സമരങ്ങളൊക്കെ മറന്നു പോകുമെന്നാണോ നിന്റെ വിചാരം? അതിന്റെ മണം പോയി കഴിഞ്ഞും ആ പാട്ടുകൾ പ്രതിധ്വനിക്കും. പെണ്ണല്ലേ, അങ്ങനെയേ തോന്നുന്നു. ഞങ്ങൾ ജീവന്റെ കക്ഷിക്കാരാണ്. അപ്പോൾ ഞങ്ങളോ? ചോദിക്കാനുണ്ടോ? മരണത്തിന്റെ മരണം കൂടാതെ രാജ്യത്തും ഉണ്ടാകില്ല വിശ്വ. എന്തുകൊണ്ട് പാടില്ല? അദ്ദേഹം ആരെയും കൊല്ലുന്നതിന് മുമ്പാണ് പ്രവാചകൻ അദ്ദേഹത്തെ അഭിഷേകം ചെയ്തത്. വെറും ഒരു ഇടയ ചെറുക്കൻ. അന്ന് ഓടക്കുഴൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് വാളെടുത്തു. അതിന്റെ പാപം കഴുകി കളഞ്ഞതും സങ്കീർത്തനം കൊണ്ട്. ആണുങ്ങളുടെ ജോലി യുദ്ധമാണ്. പെണ്ണുങ്ങൾക്ക് കീഴടങ്ങാനും അറിയാം. ഓവറായി കാണുമല്ലോ. വിശക്കുന്നില്ലേ? ഒന്നുമില്ല. യുദ്ധത്തിന്റെ കാര്യമായിരിക്കും. എന്ത് യുദ്ധം? ഇത് യുദ്ധമാണ്. ഒരു ചെറിയ പട്ടണം നേരെ പോയി ആക്രമിക്കുന്നതിന് പകരം ഒട്ടകം കഴുതയുമെല്ലാമായി ഇവിടെ ചെന്ന് കുടിയേറിപ്പാറില്ല. നിനക്കേ ഇപ്പോ അതേ ഉള്ളൂ. എന്താ കൂട്ടിലിട്ട സിംഹത്തെ പോലെ നടക്കുന്നത്? ഭക്ഷണം കഴിക്കൂല, ഉടനെ പുറപ്പെടാനുള്ളതാണ്. എന്നാ വന്നപ്പോൾ തുടങ്ങിയതാണല്ലോ ഈ മട്ട്. എന്ത് പറ്റി? ഒന്നും പറ്റിയതല്ല. റബ്ബയിൽ ആക്രമണമില്ല, നിരോധനം മാത്രം. ഓഹോ, മനസ്സിലായി. വീരനായ ഊറിയാവിന്റെ സാമർഥ്യം കാണിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. എന്നെ വിധവയാക്കരുതേ. കഴുത്തിൽ തലയിൽ വെച്ച് തിരിച്ചെത്തുന്നതാണ് കാര്യം. വല്ലവന്റെയൊക്കെ യുദ്ധത്തിന് എന്താണ് സംശയം? ദാവീദ് രാജാവിന് ചക്രവർത്തിയാകണമെങ്കിൽ തന്നെ തമിഴ്പെടട്ടെ. കൊട്ടാരത്തിൽ 300 ഭാര്യമാരുമായി സുഖിച്ചിരിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ കുരുതി കഴിക്കും. ഈ തൊഴിൽ വേണ്ടെന്ന് വെച്ചുകൂടെ? അതില്ല. യുദ്ധം, നിരന്തരമായ യുദ്ധം. പെണ്ണുങ്ങൾക്ക് പേടി കൂടാതെ വീട്ടിലൊന്നും ഇരിക്കാൻ. നീ എന്താണ് ഈ പറയുന്നത് സഭ? ആരെങ്കിലും കേട്ടാറുണ്ടല്ലോ ധീരനായ ഊറിയാവിന്റെ ഭാര്യ വെറും ഒരു ഭീരുവാണെന്ന്? എനിക്കൊരു ഭീരത്വമില്ല, അത് അങ്ങേക്കും അറിയാം. ധൈര്യമായി പോയി പടവെട്ടി തിരിച്ചു വരൂ. പക്ഷേ വേണ്ടാത്തടത്ത് യുദ്ധം വരുത്തിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അങ്ങേക്ക് എന്താണ് ഗുണം? ഇസ്രായേലിന്റെ ഗുണം എന്റെ ഗുണമല്ലേ? ഇന്നും നമുക്കൊരു നാടുണ്ടായിട്ടില്ല. അത് പടവെട്ടി പിടിച്ചെടുക്കുന്നുണ്ടാവും. പെണ്ണുങ്ങൾക്ക് ഇതുപോലെ ഒന്ന് അറിയണം. നിങ്ങളിങ്ങനെ ലഹളം കൂട്ടിക്കൊണ്ടിരുന്നാൽ സമയം പോകും. ബസബ അവൻ പടക്കടത്തിലേക്കാണ് പോകുന്നത്. നീ അവൻ ഉന്മേഷം കുടിക്കുകയാണ് വേണ്ടത്. അല്ല, നീ ഇങ്ങനെ ബലഹീനത കാണിക്കാറില്ലായിരുന്നല്ലോ. എൻ്റെ മകൾക്ക് എന്ത് പറ്റി? ശരിയാണ്, എനിക്ക് സുഖമില്ല. അതുകൊണ്ടായിരിക്കും. നിങ്ങൾ ഭക്ഷണം കഴിക്കും. അത്രയധികം ഒന്നും പേടിക്കാനില്ല ബസബ. ഇന്ന് രാത്രി തന്നെ പോകണമെന്നുണ്ടോ? ഇല്ല, രാവിലെയാണ്. എങ്കിലും എല്ലാവരും പാളയത്തിൽ കിടക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ഊറിയ, നാളെ പോയാൽ മതിയെന്നുണ്ടോ? ഇല്ല, അദ്ദേഹം മാത്രം ഇന്ന് ചെന്നില്ലെങ്കിൽ മോശമല്ലേ?
പോകാം, സമയം. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അദ്ദേഹം താമസിച്ചു പോയി എന്നാണ് അങ്ങ് സൂചിപ്പിച്ചതെങ്കിൽ ഞാനൊന്നും സൂചിപ്പിക്കില്ല ബസവ. സുന്ദരിമാരുടെ ഭർത്താക്കന്മാർക്ക് യുദ്ധത്തിന് പോകാൻ കൂടുതൽ സമയം വേണം. ഈ തവണ അങ്ങയുടെ കണക്ക് തെറ്റിയെന്നോ? പേടിയുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നാം പടക്കളത്തിൽ എത്തിയാൽ എന്തെങ്കിലും അപകടം നോക്കി നടക്കുകയാണെന്നാണ് സ്ത്രീകളുടെ വിചാരം. ഈ യുദ്ധത്തിൽ അപകടമൊന്നുമില്ല ബസവ. യുദ്ധമുണ്ടോ? എവിടെ? നിനക്കാ പഴയ പല്ലവി തന്നെ. എന്നല്ല, ഊറിയാക്കി ഭയപ്പെടേണ്ടവർ അമോന്യരുടെ ഇടയിലില്ല. അത്ര മാത്രം. ഏലിയോ, നേരം കുറയായി, നമുക്ക് പോകാം. ഊറിയ പുറകെ വരട്ടെ. ചെറുപ്പമല്ലേ, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്താ ബസവ, സന്തോഷമായില്ലേ? നിൽക്കൂ, ഞാൻ വരുന്നു. ഞാൻ പോയി വരാം ബസവ. ധൈര്യമായിരിക്കും. അന്ന അന്ന ബസവയെ നോക്കൂ. അന്ന, ഞാൻ ഇതുവരെ ഒരു തരത്തിൽ സഹിച്ചു. ഇനി വയ്യ. അന്ന, അദ്ദേഹം ഇനി വരുമോ? എന്തൊരു തണുപ്പാ! ഇപ്പോഴതും തോന്നും. പാടി അവിടുന്ന് എന്നെയാണ് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി നിന്റെ നോട്ടത്തിന്റെ കുറവേ ഉള്ളൂ. പിന്നെ ഇനി ആര് നോക്കുമെന്നാണ്? അസത്തിന്റെ നാക്ക് പിഴുത് കളയണം. പിന്നെ ചോദിക്കാൻ ആളില്ലെന്നാണോ? ഉണ്ടായിരുന്നു പണ്ട് ഇസ്രായേലിലെ ചെറുപ്പക്കാർ മുഴുവനും. പറയുന്നത് കേട്ടോ? അദ്ദേഹം പോയിട്ട് ഇന്ന് എത്രയായി? നീ എന്തിനാണ് ഇതൊക്കെ അറിയുന്നത്? കാര്യമില്ല, ദിവസം എണ്ണുന്നവരോട് ചോദിച്ചു എന്ന് മാത്രം. പൊടി, എന്തിനെല്ലാം ദിവസം എണ്ണാം? എല്ലാമേ എല്ലാം ബെത്സവ. നീ എന്താ ചോദിച്ചത്? അല്ല, ഈ ദാവീദ് രാജാവിന് എത്ര ഭാര്യമാരുണ്ട്? എന്താ കൂട്ടത്തിൽ പേരെഴുതിക്കണോ? അയ്യോ വേണ്ടേ, ഈ വയസ്സാം കാലത്ത്. അല്ല, എന്തിനാണ് ഇത്ര അധികം? ഓർത്തുപോയെന്ന് മാത്രം. ചന്ദ്രൻ ഒന്ന് മതി, നക്ഷത്രങ്ങൾ നിരവധി. അത് മറിച്ചായിക്കൂടെ ബെത്സവ? ആകാമായിരിക്കാം, എനിക്കറിയില്ല. വേണ്ടതാണ്. തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് ഈ തലമുടി ഒന്ന് പിന്നെ മുറുക്ക് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക് ബെത്സവ. എന്താ സമയം പോകുന്നു? അതല്ല ബെത്സവ. എന്താണ് ഇളിക്കുന്നത്? എനിക്കാണെങ്കിൽ തണുത്ത് വിറയ്ക്കുന്നു. ആ ഉടുപ്പിൽ കിടക്ക്. അല്ല, ഇനി എന്തിനാണ് ഈ ഉടുപ്പ്? നീ എന്താ പറഞ്ഞത്? അയ്യോ, എനിക്ക് നാണമാടുന്നു. കൊഞ്ചിക്കുഴി
വിശേഷിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. ജയിക്കാൻ വിഷം എന്നുള്ളതാണ്. പക്ഷേ ദൂതനെ പറഞ്ഞു വെച്ചോളൂ. പക്ഷേ ജയിക്കാൻ വിഷം എന്നുള്ളതാണ്. അവർ നിരോധനം പിടിച്ചോ? കിണറുകൾ നേരത്തെ തന്നെ പിടിച്ചു. നിരോധനം തുടങ്ങി. അമോന്യ ഇങ്ങോട്ട് ആക്രമിച്ചോ? പ്രത്യേകിച്ച് ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ ദൂതനെ പറഞ്ഞു വിട്ടോ? പക്ഷേ അന്ന് നമ്മൾ ആലോചിച്ച കാര്യം ഏത്? അതൊക്കെ പോട്ടെ. വയസ്സായെങ്കിലും ഞങ്ങളെ കൊണ്ട് വല്ല പ്രയോജനവും. എത്ര വയസ്സായാലുണ്ട്, വീരന്മാരെന്നും വീരന്മാർ തന്നെ. യഹോവയ്ക്ക് വേണ്ടി ഒരു വാളെടുക്കാൻ ഇന്നും കഴിയും. അന്ന് ദേവാലയം പണിയുവാൻ കുറെ വെള്ളിയും പൊന്നും ശേഖരിക്കുന്ന കാര്യം അങ്ങ് പറഞ്ഞിരുന്നുവല്ലോ. റബ്ബയിൽ ധാരാളം വെള്ളി ഉണ്ടെന്നുള്ളതാണ് അറിവ്. അത് വയ്യല്ലോ. രബ്ബ കൊള്ളയിടേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ദേവാലയം പണിയാതെയും നിവൃത്തിയില്ല. ഇസ്രായേലിന്റെ സിംഹാസനം ഇതുവരെ ഉറച്ചിട്ടില്ല. അങ്ങ് ഇങ്ങനെ പറയുന്നത് വളരെ സങ്കടകരമാണ്. ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്, എന്റെ നില ഉറച്ചതാണ്. സാക്ഷിയിൽ പെട്ടകം ഒരു കൂടാരത്തിൽ കഴിയുന്നിടത്തോളം കാലം ഇസ്രായേൽ സിംഹാസനം ഉറച്ചിട്ടില്ല. ഏതായാലും വസ്തുക്കളെല്ലാം ശേഖരിക്കുക തന്നെ. ഇസഹാക്കിന്റെ ഒട്ടകങ്ങളെ പെട്രോളിലേക്ക് നയിക്കൂ. ചന്ദനം, അഖിൽ, ദേവദാരു ഇവയെല്ലാം എത്രമാത്രം ഉണ്ടെന്ന് അറിഞ്ഞു വെക്കാമല്ലോ. ഈ വൃദ്ധന്റെ കഴിവ് മുഴുവൻ അങ്ങേക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷേ റബ്ബയിൽ അത് കൂടാതെ കഴിക്കാം. യഹോവ അനുഗ്രഹിക്കട്ടെ. ഊരിയാവിന്റെ ഭാര്യയല്ലേ? അതെ, കൂടെ ഉണ്ടായിരുന്നത് ദാസി അന്ന. ഒരു കാര്യം പറയാനാണ് വിളിപ്പിച്ചത്. എന്താണെന്നറിയാമോ? അന്ന പോയി ബെത്സബയെ കൂട്ടിക്കൊണ്ട് വന്നു. എന്താണെന്ന് മിണ്ടാത്തത്? എനിക്ക് ധൈര്യമില്ല. എന്തുകൊണ്ട്? മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞോളൂ. തിരുമേനി, അദ്ദേഹം പോയിട്ട് 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അതെല്ലാം എനിക്കറിയാം. ഏതായാലും ഇത് ഞാൻ തീർച്ചയാക്കിയ കാര്യമാണ്. ബെത്സബ ഏകാഗിയായി വരണമെന്നില്ല. അന്നയും കൂടെ പോന്നോളൂ. തിരുമേനി, അങ്ങ് ഇസ്രായേലിന്റെ പ്രഭുവാണ്. ഒരു സാധു സ്ത്രീക്ക് ഇതിനപ്പുറം ചെയ്യേണ്ടതായിട്ടില്ല. എങ്കിലും വേദനിപ്പിക്കുന്ന ഈ ജോലിയിൽ നിന്ന് ഒരു സാധു സ്ത്രീയെ ഒഴിച്ചു നിർത്തുകയാണ്. ഞാൻ അവളെ അറിയിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്തതൊന്നും അവൾ അനുസരിക്കില്ല. അനുസരിച്ചു കൂടാക്കാണ്. രാജകൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു പ്രജയും ഇഷ്ടപ്പെടുകയില്ല. അതൊരു വേണ്ടാത്ത വ്യാഖ്യാനമാണല്ലോ. ഏതായാലും ഇതൊരു രാജകൽപ്പനയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തവണയും ഞാൻ തന്നെ തോറ്റേക്കാം. അന്ന പോയിക്കോളൂ.
അന്നയുടെ മട്ട് കണ്ടിട്ട് അതേ നോട്ട വിട്ടതുപോലെ തോന്നുന്നല്ലോ. ഇനി വയസ്സാം കാലത്ത് എന്നെ വെറുതെ വിടുമെന്ന് ആരാണ്? നിങ്ങൾ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരും. അന്നെ എവിടെ പോകുന്നു? അന്നയ്ക്കും കൂടി കേൾക്കാൻ വയ്യാതൊന്നും എനിക്ക് ബസ്സിനോട് സംസാരിക്കാനില്ല. ക്ഷമിക്കണം തിരുമേനി, ഞാൻ അടുക്കളയിൽ ഉണ്ടായിരിക്കും. ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി. എന്താണ് ബസ്സപ്പ വീട്ടിൽ അതിഥികൾ വന്നത് സ്വീകരിക്കില്ലേ? ഇതുപോലുള്ള അതിഥികൾ പറ്റില്ല. എന്താണ് നിശബ്ദമായി കാണുന്നത്? അങ്ങ് ഇവിടെ അതിലെന്താണ് അത്ഭുതം? എനിക്ക് വന്നുകൂടാത്ത സ്ഥലമൊന്നുമില്ലല്ലോ ഇത്. എങ്കിലും ഈ രാത്രി ബസ്സപ്പ എനിക്ക് കളവുറയും നഷ്ടമില്ല. എന്താണ് പറയേണ്ടതെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. ബസ്സപ്പ പ്രത്യേകിച്ചൊന്നും പറയണ്ട. എനിക്ക് ബസ്സനെ കണ്ടേ തീരുമെന്ന് തോന്നി. അങ്ങോട്ട് ക്ഷണിച്ചു, വന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു മാത്രം. അങ്ങനെ ധർമ്മസങ്കടത്തിലാക്കുകയാണ്. ഒന്നും മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. പക്ഷേ എന്ത് മിണ്ടിയാലും അത് തെറ്റായിരിക്കുകയും ചെയ്യും. അതിഥികളോട് സംസാരിക്കുന്നതിൽ എന്ത് തെറ്റുണ്ടാകാനോ? അതിഥി സാധാരണക്കാരനല്ലാതിരിക്കുമ്പോ കുറച്ച് സമയത്തേക്ക് സാധാരണക്കാരനായിട്ട് സങ്കല്പിക്കും. അന്ന ഞാൻ വരുമെന്ന് അറിഞ്ഞ പോലെ തോന്നുന്നു. ഇല്ല ഇല്ല, ഞാനൊരു സാധാ സ്ത്രീയാണ് തിരുമേനി. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് ഇത്ര പരിഭ്രമം? എന്റെ ശക്തിക്കപ്പുറം ചിലതുണ്ട്. അതോ എന്റെ ശക്തിക്കപ്പുറം എന്നാണോ? അല്ല, എങ്കിലും അത് എന്താണെന്ന് പറയും. അങ്ങ് ആരാണെന്ന് മറക്കാൻ. ഞാൻ ആരാണ്? അത് ഞാൻ തന്നെ പറയണം. വേണം. എന്നെ വിഷമിപ്പിക്കാതെ. രാജാവാണെന്നാണോ? അതിലപ്പുറം എന്നിൽ യാതൊന്നുമില്ലേ? പരാക്രമിയാണ്. അല്പം കൂടി കൃത്യമായിട്ട് ഗായകനും. എന്നെ ഗായകനായി കാണുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇന്നെനിക്ക് പാടാൻ കഴിയില്ലെങ്കിൽ ബസ്സപ്പ സംസാരിക്കണ്ട, പാടിയാൽ മതി. ഇത് അവസരമാണോ? അല്ലായിരിക്കാം. ഞാൻ ഗായകനായിട്ടൊന്നുമല്ല ഇന്നിവിടെ വന്നത്. പിന്നെ ഒരു മനുഷ്യൻ, വെറും ഒരു പുരുഷൻ. അത് ന്യായമല്ല തിരുമേനി. ന്യായവും അന്യായവും തിരിച്ചറിയാനുള്ള കഴിവ് എന്നിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഈ തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടുവില്ലായിരുന്നു. അത് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധി ബെച്ചബയ്ക്കുണ്ട്, മറ്റു സ്ത്രീകൾക്കും അതുണ്ടെന്നാണ് എൻ്റെ അനുഭവം. ബെച്ചബയുടെ ഇഷ്ടം പോലെ എന്നെ സ്വീകരിച്ചോളൂ. പക്ഷേ കൊച്ചുകുട്ടികളെ പോലെ സങ്കല്പം അഭിനയിക്കാനുള്ള പ്രായമല്ല എനിക്കും ബെച്ചബയ്ക്കും. അഭിനയിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല. പക്ഷേ കണ്ണു തുറന്നാൽ കാണുന്നതെല്ലാം പേടിപ്പിക്കുന്നതാണെങ്കിൽ കണ്ണടയ്ക്കുന്നതല്ലേ നല്ലത്. എന്താണ് പേടിപ്പിക്കുന്നത്? ഇതെവിടെ അവസാനിക്കും? ഞാൻ പറയുന്നത് അവയോഗമാണെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ കൂടെ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണ്. ഇതെവിടെ അവസാനിക്കുമെന്ന് പ്രവചിക്കാൻ എനിക്ക് കഴിയില്ല. ബെച്ചബയ്ക്കും. ഇതെല്ലാം അങ്ങയുടെ വരുതിക്കുള്ളിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്റെ പ്രായവും അനുഭവജ്ഞാനവുമാണ് ബെച്ചബ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബെച്ചബ, ഞാനൊരു ഏകാന്തനാണ്. യോനാഥൻ മരിച്ചതിന് പിന്നീട് ഞാൻ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഒരു സഖിയെ കണ്ടെത്തിയിട്ടുമില്ല ഇന്നലെ വരെ. അങ്ങയുടെ സഖിയാണ് തേടിയതെങ്കിൽ കണ്ടെത്തിയ സമ്പ്രദായം നല്ലതല്ല. സമ്പ്രദായങ്ങളെല്ലാം എനിക്ക് ഒരുപോലെയാണ്. ഞാൻ പലരെയും കണ്ടെത്തി. നിരന്തരമായി ശല്യം ചെയ്യുന്ന കുറെ സന്ദർഭങ്ങളിൽ ലഭിച്ചത് മാത്രം മിച്ചം. ആദ്യമെല്ലാം ഞാൻ എന്റെ അസ്വസ്ഥത ശത്രുരക്തത്തെ മുക്കിക്കൊന്നു. എത്ര കാലം വെച്ചതാ. മനുഷ്യൻ കശാപ്പ് കൊണ്ട് ആത്മസംതൃപ്തി നേടും. പാടാനാണെങ്കിൽ ആ കാലം കഴിഞ്ഞു പോയി. ബെച്ചബ, ഇന്നെന്റെ ഹൃദയം ശൂന്യമാണ്. തിരുമേനി, അങ്ങയുടെ
അങ്ങയുടെ സംസാരം എനിക്ക് സങ്കീർണമാണ്. പക്ഷേ ഞാനതിൽ ഗ്രഹിക്കുന്നു. ഇസ്രായേലിന്റെ അഭിഷിക്തൻ ഒരു വെറും ദാസിയുടെ മുമ്പിൽ എത്രയും ചെറിയവനാകരുതേ. അതിൽ ഭേദം ഞാൻ മരിക്കുകയാണ്. പ്രിയപ്പെട്ട ബത്സബ, പ്രേമം ഒരുവനെ ചെറുതാക്കുന്നുവെങ്കിൽ ഞാൻ ഒരു മണൽത്തരിയോളം ചെറുതാകട്ടെ. കളിത്തൂണുകളെ രാജാക്കന്മാരാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ബത്സബ, ഒളിച്ചു നടക്കുക, ബഹുമാനിക്കുന്ന രാജാവിനെതിരായി ലഹളക്കേൽപ്പ് കൊടുക്കുക, ആത്മസുഹൃത്തിന്റെ കിരീടം പിടിച്ചു പറിക്കുക, ഇതൊന്നും സന്തോഷകരമായ ചിന്തകളല്ല. നിരന്തരമായ സമരം, മുഖസ്തുതിക്കാരായ അന്തേവാസികൾ, ദുഷ്ടന്മാരായ സേവകർ. ബത്സബ, കിരീടം ഒരു ആനന്ദമല്ല. തിരുമേനി, അങ്ങേക്ക് വിശ്വസ്ത സ്നേഹിതന്മാരായാലും ഇല്ലെന്നാണ് പറയുന്നത്. ഇല്ല ബത്സബ, ഞാൻ ഇന്നത് ഏകാന്തം, ഒരു ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ ഏകാകി. എന്നെ അന്തഃപുരത്തെയായിരിക്കും നീ ഉദ്ദേശിക്കുന്നത്. ഒരു പറ്റം ദുരാഗ്രഹരായ പെണ്ണുങ്ങൾക്ക് ഒരു ഹൃദയം എങ്ങനെ പങ്കിട്ട് കൊടുക്കും? അത് പ്രേമമല്ല, വെറും നാടകം. ഞാനത് കണ്ട് മുഷിഞ്ഞു. ബത്സബ, ഇന്നെന്റെ ഹൃദയം ശൂന്യമാണ്. ഞാനൊരു മരുഭൂമിയാണ്. തിരുമേനി, അങ്ങ് വിഷാദത്തിന് അടിമപ്പെടുകയാണ്. മഴക്കാലത്തും ഉണക്കൽ ചുള്ളികൾ തളിർക്കാറുണ്ടെന്ന് എനിക്കറിയാം. ബത്സബ, എനിക്കൊരു സഖി വേണം, ഒരു ജീവിത സഖി. ബാലചാവല്യങ്ങൾക്കല്ല. അങ്ങൊരു സഖിയാണ് തേടിയതെങ്കിൽ അത് അങ്ങേക്ക് പണ്ടേ ലഭിച്ചു കഴിഞ്ഞു. എങ്കിലും നാം രണ്ടുപേരും അസ്വതന്ത്രരാണ്. നാം കാലം തെറ്റിയവരാണ്. ബത്സബ, കഴിഞ്ഞ കാലത്തെ കുറിച്ച് നമുക്ക് മറക്കാം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇന്ന് മാത്രമാണ് നമ്മുടെ സ്വാധീനത്തിലുള്ളത്. ഇന്ന് നമ്മുടെ സ്വാധീനത്തിലുണ്ടോ? ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. എല്ലാ തെറ്റുകാരും അവരുടെ കുറ്റങ്ങൾക്ക് ദിവ്യനീതികൾ കണ്ടുപിടിക്കാറുണ്ട്. അതെ, ഞാൻ അന്ധനാണ്, മഹിമയുടെ മൂർത്തീകരണമാണ്, ദൈവമാണ്. മിന്നിപ്പൊലിയുന്ന ഉൽക്കകളെ പോലെ ഒരു പ്രകാശ പ്രസരത്തിനും അടുത്തതിനുമിടയിൽ അഗാധമായ ഒരു അന്ധകാര ശുദ്ധിനെ ഉണ്ടായിരിക്കാം. ബത്സബയെ ഞാൻ ഇന്നലെയാണ് ആദ്യമായി കണ്ടത്. ഇനി അതിൽ നിന്ന് എന്തെല്ലാം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രഭു, നാം മരുഭൂമിയുടെ മധ്യത്തിലെ ഏകാകികളല്ല. നാവുകൾ ചിലക്കട്ടെ. അതിനെയെല്ലാം അതിജീവിക്കാൻ ശക്തനാണ് ദാവീദ് രാജാവ്. ആശങ്കകളെല്ലാം ഞാൻ തെക്കൻ കാറ്റിൽ പറപ്പിക്കും. ഞാൻ യോർദാനെ പോലെ ഒഴുകും, സ്വതന്ത്രമായി, ശക്തിയോടെ. ബത്സബ, നിന്റെ അഭിപ്രായം കേൾക്കാനല്ല ഞാൻ വന്നത്, എന്റേത് പറയുവാനാണ്. ഞാൻ പോകുന്നു. യഹോവ അനുഗ്രഹിക്കട്ടെ. അന്നാ, യോർദാൻ എവിടെയാണ് അവസാനിക്കുന്നത്? എവിടെയെങ്കിലും അവസാനിക്കട്ടെ. സകലതും എവിടെയെങ്കിലും അവസാനിക്കാറുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം, അല്ലാതെ അങ്ങീ പറയുന്ന വ്യാഖ്യാനമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആട്ടുകൊറ്റന്മാർ തമ്മിലിരിക്കുന്നത് പോലെ നീ ചിന്തിക്കുന്ന അസ്ഥി കൊണ്ടാണ്. ഭക്തന് എന്തും പറയാമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കൈയുടെ തരിപ്പ് തീർക്കാനാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ വല്ല പാറക്കൂട്ടത്തിലും പോയി ഇടിച്ചാൽ പോലെ. ആടും മനുഷ്യരും തമ്മിൽ ചില വ്യത്യാസമൊക്കെയുണ്ട്. ഒന്നും അത്ര
നിന്റെ ബുദ്ധിയിൽ ആ ഒറ്റ വ്യാഖ്യാനമേ ഉള്ളൂ. ഏരിയാമിനെ കാണുന്നില്ലല്ലോ. ഞാനൊന്ന് പോയി നോക്കി വന്നല്ലോ. വേണ്ട, അയാൾ അപകടത്തിലൊന്നും ചാടുകയില്ല. പിന്നെ ഞാനാണോ അപകടത്തിന്റെ കുത്തക എടുത്തിരിക്കുന്നത്? എന്നല്ല അലിയ പറഞ്ഞത്. യുദ്ധം ചെയ്യുന്നത് ഒരു കാര്യം കാണാനാണ്, അതിനെ എളുപ്പമായി നോക്കണം. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ചിലപ്പോൾ നേരിട്ടുള്ള യുദ്ധമല്ല, നേരിട്ടുള്ള വഴി എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നുകയുമില്ല. നിന്റെയും മുന്നിൽ മുത്തുകൾ ഇടുന്നതിനെ പറ്റി ഒരു പഴഞ്ചൊല്ലുണ്ട്. അന്ന് പടപ്പലവനാണ്, പക്ഷേ ചോദിക്കാതിരിക്കൂറിയ, നിനക്ക് എന്നെ ഭയപ്പെടുത്താൻ കഴിയുമോ? നിനക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം, പക്ഷേ പ്രവർത്തിക്കാനൊക്കെയില്ല. നിനക്ക് ചിലതെല്ലാം മനസ്സിലാക്കി തരാമെന്ന് കരുതി പറഞ്ഞു നോക്കിയതാണ്. നിനക്കത് വേണ്ടാതാണെങ്കിൽ എന്ത് പറ്റിയില്ല? ഒന്നുമില്ല. പോയ കാര്യം നടന്നു. 10 കുടം വെള്ളം മോഷ്ടിക്കാൻ ഒരു ശ്രമം നടന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അവർ പതിയിരിക്കുന്നുണ്ടായിരുന്നു. ബെന്യാം വീണു. ആ, സാരമില്ല, ഒരാളെ സാരമില്ലേ? നമുക്ക് ആക്രമിക്കണമോ? നിൽക്കൂറിയ, നാം ആ പഴയ തർക്കത്തിൽ ചെന്ന് ചേരും. ധൃതി പിടിക്കുന്ന കൂറിയ, അവർ തയ്യാറായി. യുദ്ധത്തിൽ മരിക്കുന്ന ഓരോരുത്തരും ഒരു ബെന്യാമാണ്. അതുകൊണ്ടാണ് നാം നിരോധനം പരിഹരിച്ചത്. ഈ തത്വം കേട്ട് ഞാൻ മടുത്തു. നാഥാന്റെ കൂടെ പോവുകയായിരുന്നു ഇതിലും ഭേദം. ഇത് സൈന്യമോ സന്നിധ സംഘമോ? നിനക്ക് എന്റെ പ്രായമാകുമ്പോൾ ഈ നിലയ്ക്ക് അവർ നിങ്ങളുടെ പ്രായമാകുമെന്ന് ചിന്തിക്കാൻ യാതൊരു കാരണവും കാണുന്നില്ല. തല നടിക്കുന്നതുവരെ ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഊറിയ, നീ വിചാരിക്കുന്നുണ്ടോ യോവ ഒരു തീരുമാനം? ഇല്ല. അതുകൊണ്ട് ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? രാജാവ് പറഞ്ഞുകൊണ്ട്. രാജാവ് പറഞ്ഞനുസരിക്കാൻ എന്താണ് നിനക്ക് വിഷമം? അദ്ദേഹം പറഞ്ഞില്ല യുദ്ധമില്ല. അദ്ദേഹം പറഞ്ഞിട്ടാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടിയല്ല യുദ്ധം, ഇസ്രായേലിന് വേണ്ടിയാണ്. ഇസ്രായേലിന് വേണ്ടതെന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. തീർച്ചയായും. പക്ഷേ നാം ഈ കൽപ്പന ലംഘിച്ചാൽ അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷമായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ഏറ്റവും കുറഞ്ഞ അപകടം നേരിടാൻ മാത്രമേ രാജാവ് നമ്മളെ ഏൽപ്പിക്കൂ. അപകടം പിടിച്ച കാര്യങ്ങൾ ധീരമായി ഏറ്റെടുത്ത് ചെയ്യേണ്ടത് നാം ഓരോരുത്തരുമാണ്. എനിക്ക് ധീരമായി പുറപ്പെട്ടാതെ തിരിച്ചു പോകാൻ സാധ്യമല്ല. അവിടെ ചെന്ന് രാജാവിനെ നിൽക്കേണ്ടേ? രാജാവിനെ പറ്റി വലിയ മതിപ്പാണെന്ന് തോന്നുന്നു. അതിലെന്താണ് ഇത്ര അത്ഭുതം യോവാ? ഞങ്ങൾ അറിഞ്ഞില്ലാത്ത എന്ത് രഹസ്യമാണെന്ന് എനിക്ക് കൂടുതലറിയാമോ? നിങ്ങൾ അറിയുന്നത് മാത്രം ഗോലിയാത്ത് പോരെ. ശത്രുവിനെ എറിഞ്ഞു കൊല്ലുന്നത് ഇടയക്കുട്ടികൾക്ക് ചെയ്യും. ശൗലിനെ എറിഞ്ഞാണോ തോൽപ്പിച്ചത് യോവാ? അല്ല. അങ്ങനെ എത്ര എണ്ണം എണ്ണി പറഞ്ഞിട്ട് എന്താണ് കാര്യം? രാജാവിനെ അംഗീകരിക്കാത്തവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാരാണ് ഇവിടെ പറഞ്ഞത്? പിന്നെ എന്താണ് പറഞ്ഞതിനർത്ഥം? ദാവീദ് രാജാവ് ശിംശോനല്ല, ശൗലുമല്ല, യോനാഥനുമല്ല, ആ വർഗത്തിൽപ്പെട്ടവരുമല്ല. അത്രമാത്രം. അദ്ദേഹത്തെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും യോവാ? അദ്ദേഹത്തെ ആരും സ്നേഹിച്ചതായിട്ട് എനിക്കറിയില്ല. സ്ത്രീകൾ ഒഴിച്ച്, അതും അധികകാലം നിൽക്കാറില്ല. ദാവീദ് ഒരു രാജാവാണ് ഊറിയ, അത് മറക്കരുത്. രാജാവ് എന്ന് പറയുന്നത് ഒരു ചീത്ത വാക്കാണോ യോവാ? എന്തോ നീ തന്നെ നോക്ക്. ഇതാ ഇവിടെ മുതൽ ഏലിയ, നേരം കുറയായി, നമുക്ക് പോയി വരാം. വരൂ. നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം ഇതായിരുന്നു. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് നേരാളികളും കുതിരസേവകരുമാകും. അവന്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടി വരും. അവൻ അവരെ 1000-നും 50-നും അധിപന്മാരാക്കും. തന്റെ നിലം കൃഷി ചെയ്യാനും തന്റെ വിള കൊയ്യാനും തന്റെ പടക്കോക്കും തേർക്കോക്കും ഉണ്ടാക്കാനും അവരെ നിയമിക്കും. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും വെട്ടുകാരത്തികളും അപ്പക്കാരത്തികളുമായി എടുക്കും. അവൻ നിങ്ങളുടെ വിശേഷ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും എടുത്ത് തന്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശമെടുത്ത് തന്റെ ശക്തന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച്
തങ്ങളുടെ വേലയ്ക്കാക്കും. അവൻ നിങ്ങളുടെ ആടുകളിൽ 10 എടുക്കും. നിങ്ങൾ അവന് ദാസന്മാരായി തീരും. നിങ്ങൾ തിരഞ്ഞെടുത്ത രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ നിലവിളിക്കും. രാജ്യദ്രോഹം എന്തെല്ലാം വേണ്ടാതരങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? പ്രത്യേകിച്ചും ഒരു അത്ഭുതമായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. കാനാൻ നാട്ടിൽ കുന്നുകൾ അനവധിയുണ്ട്. പക്ഷേ ഗർഭമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ശിക്ഷിക്കാൻ. അതെല്ലാം വഴിയെ പറയാം. യാത്രയാണ് നടക്കാൻ പോകുന്നത്. അതെല്ലാം കുറ്റത്തിന്റെ സ്വഭാവം അനുസരിച്ചായിരുന്നു. എന്തിനാണ് എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള സംസാരിക്കുന്നത്? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിലയോർക്കും. എന്ത് നില? ഊറിയാവിന്റെ ഭാര്യ. ഊറിയാവിന്റെ ഭാര്യ, ഊറിയാവിന്റെ ഭാര്യ, ഊറിയാവിന്റെ ഭാര്യ, ഊറിയാവിന്റെ ഭാര്യ. സ്വന്തമായ ഒരു പേരില്ലാത്ത ഭാര്യ. അന്നയ്ക്കും ഊറിയാവിന്റെ ഭാര്യ, യൂതയ്ക്കും അങ്ങനെ തന്നെ. ബെച്ചത, നീ എനിക്ക് ബെച്ചതയാണ്. എന്നും തിരുമേനി, പല ഹൃദയങ്ങളും പരസ്പരം പങ്കുവെച്ചതാണ്. ശരീരം എന്ന് പറയുന്നത് ഹൃദയവും ഇല്ല, ഇല്ല ബെച്ചത, അത് നീ നേറ്റാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. നമുക്ക് ഈ അഭിനയം ഇവിടെ വെച്ച് നിർത്താം. അഭിനയമൊന്നുമല്ല തിരുമേനി. ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അങ്ങന്റെ ആരാധനാപാത്രമാണ്. അങ്ങയുടെ ഗാനങ്ങൾ എന്റെ ഹൃദയത്തുടിപ്പുകളാണ്. അവയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാനാവില്ല. പക്ഷേ ഞാൻ സ്വതന്ത്രയല്ല. സ്നേഹിക്കാൻ സ്വാതന്ത്ര്യം ആവശ്യമില്ല. അദ്ദേഹം കവിയല്ല, പക്ഷേ സത്യസന്ധനാണ്, നല്ലവനാണ്. ഒരു നിമിഷത്തേക്കെങ്കിലും ഊറിയവനെ കുറിച്ചെല്ലാം സംസാരിച്ചുകൂടെ? അദ്ദേഹത്തെ ഞാൻ എങ്ങനെ മറക്കും? മറന്നേ കഴിയൂ ബെത്സബ. കണ്ണടച്ചിരുട്ടാക്കാതെ കണ്ണു തുറന്നു നോക്ക്. കാനാൻ നാടിന്റെ കിരീടമാണ് ഞാനിവിടെ അടിയറ വെക്കുന്നത്. നിനക്കറിയാം, അതൊരു രക്തപ്പുഴയിൽ കൂടി നേടി സമ്പാദിച്ചതാണെന്ന്. അതിനെ തട്ടിയെറിയരുത്. എനിക്ക് വയ്യ. ഇസ്രായേലിന്റെ അഭിഷിക്തനാണ്, ഹൃദയങ്ങളുടെ ചക്രവർത്തിയും. നിനക്കറിയാമോ അത് ആരുടെ വാക്കുകളാണ്? ആരുടെയെങ്കിലും ആവട്ടെ, അത് ശൗരനെ പറ്റി പറഞ്ഞതാണോ? നീ 2 കാര്യങ്ങൾ മറന്നു പോകുന്നു. പ്രവാചകന്മാർക്ക് സ്വന്തം വചനങ്ങളില്ല, അവർ യഹോവയുടെ നാമങ്ങളാണ്. 2, ശൗൽ മാത്രമല്ല, ദാവീദും രാജാവാണ്. അങ്ങേക്ക് രാജാവിനോട് അസൂയുണ്ടെങ്കിൽ എനിക്കതിൽ പങ്കില്ല. നീ മതിമറന്ന് സംസാരിക്കുന്നു. ഞാൻ മതിമറന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. ഈ വാളന്റെ ഉള്ളിടത്തോളം കാലം ഞാൻ എന്റെ രാജാവിന് വേണ്ടി ധീരമായി പടവെക്കും. വേണ്ടി വന്നാൽ
അങ്ങേക്കെതിരായി തന്നെ. ഊരിയ, നീ എന്താണ് ഈ പറയുന്നത്? അവൻ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞുകൊള്ളട്ടെ. ഊറിയ, ദാവീദ് രാജാവിന് അനന്തരാവകാശം തേടുന്ന ചുമതല എന്റേതല്ല. ഞാൻ എന്നും അദ്ദേഹത്തിന്റെ പക്ഷത്താണ്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്റെ അമ്മാവനെ വരെ ചതിച്ചു കൊന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആക്രമിച്ചുകൂടാ? എനിക്കൊരു ചെറിയ സൈന്യത്തെ തന്നാൽ മതി. അത് മാത്രം വയ്യ. എന്തുകൊണ്ട്? പറയൂ, ദൈവത്തെ ഓർത്ത് പറയൂ. ഭടന്മാർ അദ്ദേഹത്തെക്കാൾ പ്രസിദ്ധരാകുന്നത് നല്ലതിനല്ല. ആ പഴയ പ്രശസ്തിയാണ് ദാവീദ് സിംഹാസനത്തിന്റെ ഉറപ്പ്. എനിക്കത് വിശ്വസിക്കാൻ വിഷമമാണ് യോവാബ്. അദ്ദേഹം പ്രശസ്തിക്കും അപ്പുറം എത്തിയിരിക്കുന്നു. എത്തിയായിരിക്കാം, പക്ഷേ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല. നീ വേണ്ടാതിരത്തിൽ തലയിടേണ്ട. ഏതായാലും നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ ചോദിച്ചു നോക്കാം. നാളെ ദൂതൻ പോകുന്നുണ്ട്. എന്താ ബസ് മടിച്ചിരുന്നത്? പേടിയൊക്കെ പോയില്ലേ? ഇനി പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താണ് എന്താണ് പ്രഭു, പ്രകൃതി വല്ലാതെ ക്ഷോഭിച്ചിരിക്കുന്നു. ജീവജാലങ്ങൾ മഴക്കാറ്റിൽ ചത്തൊടുങ്ങുന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ മേൽ പതിച്ചതായി തോന്നുന്നു. റബ്ബയിൽ നിന്നും ദൂതൻ വന്നിട്ടുണ്ട്. വിശേഷം വല്ലതുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മോന്യർ ഇങ്ങോട്ട് ആക്രമിച്ചേക്കാമെന്ന് ഭയമുണ്ട്. കഴിയുമെങ്കിൽ ഇവിടെയുള്ള സൈന്യത്തെ കൂടി അങ്ങോട്ട് അയച്ചാൽ നന്നായിരുന്നു. എന്തിനാ? വേണ്ടി വന്നാൽ പട്ടണം കയറി ആക്രമിക്കാം. ഇവന്റെ എല്ലാം തലക്കകത്ത് കടന്നൽ കയറിയിരിക്കണം. പട്ടണം നിരോധിച്ചാൽ മതിയെന്ന് യോവാബിനോട് പോയി പറയൂ. എത്ര ദിവസമെങ്കിലും ആയിക്കോട്ടെ, ഒരു പടനെങ്കിലും അനാവശ്യമായി മരണപ്പെട്ടാൽ യോവാബ് സ്വന്തം ശിരസ് കൊണ്ട് അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് പോയി പറഞ്ഞേക്കോ. ശരി തിരുമേനി. യുദ്ധത്തെ പറ്റിയാണോ? അല്ല, എന്നെ പറ്റി തന്നെയാണ്. അത് ഇത്ര സങ്കടമുള്ള കാര്യമാണ്. സങ്കടത്തിനും സന്തോഷത്തിനും കാരണമൊന്നും മതി. കടന്നവരുടെ കാര്യം പറയുന്ന സഭ ചില കാര്യങ്ങൾ പറയാൻ കടങ്കഥയല്ലാതെ ഭാഷയില്ല. അത് കാര്യം മനസ്സിലാക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായാലും പ്രയോജനമില്ലെങ്കിലോ? അങ്ങനെയുണ്ടോ? രാജാക്കന്മാരുടെ ശക്തിക്കും അതിലുണ്ട്. അത് അറിഞ്ഞിട്ട് വേണമെന്നല്ലോ തീരുമാനിക്കാൻ. ഇല മുള്ളിൽ വീണാലും മുള്ളിലയിൽ വീണാലും ഫലം ഒന്നും തന്നെ. ഇത് കടന്നതാണ്. പൊരുളെന്താണ്? പൊരുൾ ഇത് തന്നെ. ഞാൻ അങ്ങയോട് എന്നേക്കുമായി യാത്ര പറയാനാണ് വന്നിരിക്കുന്നത്. അധിക കാലത്തിന് മുമ്പ് ഊറിയാവിന്റെ പരി കല്ലെറിയപ്പെടും. ബത്സമ ഇനി അങ്ങയുടെ ഗുണം കേണ്ടുകയില്ല. മറ്റ് സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്നിടത്ത് ബത്സമയ്ക്ക് മരണമാണ് പ്രതിഫലം. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇതിന് ആരുടെ ശിക്ഷയാണ്? എന്നെ മറന്നേക്കൂ, എന്നെ മറന്നേക്കൂ. ബെത്സബ, ബെത്സബ, യൂദ, എന്താണ് അവൾ പറഞ്ഞത്? അങ്ങനെ വിളിക്കൂ. മരണം ഇല്ല, ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. എങ്കിൽ സകലൊന്നും നശിച്ചു. ഊറിയ, 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 എഴുന്നേൽക്കൂ. എന്തൊരു കൂത്താണ്! എന്ത്? നീയുടൻ ജെറുസലേമിൽ എത്തണം. രാജകൽപ്പന വേഗം തയ്യാറായിരുന്നു. കാര്യമെന്തെന്നറിയാമോ? ഞാൻ എങ്ങനെ അറിയും? എഴുത്തിനൊന്നുമില്ലേ? ഇല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. പക്ഷെ എന്താണിത്? എത്രയോ കാര്യങ്ങൾ ഉണ്ടാവുകയോ. ഉദാഹരണമായി ഇവിടുത്തെ യുദ്ധവർത്തമാനങ്ങളും പടനായകന്മാരെ മെനക്കെടുത്തിയല്ലേ കാര്യമറിയുന്നത്. പോരെങ്കിൽ ഇവിടെ നിന്ന് പോയ ദൂതൻ ഇപ്പോൾ മടങ്ങിയെത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും മറ്റൊരാൾ കൂടി. അവിടെ എന്താണ് ഇത്ര ഭരണം? സഖായി,
വേഗം പോയി ഏജാമിനെ കൂട്ടിക്കൊണ്ടുവരും. ഇവിടെ ആരാണ് ഏത് നിമിഷവും ആക്രമിച്ചത്. അവർ ഗതിമുട്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് പടനായകന്മാർ, അതും ഊറിയവനെ തന്നെ. എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? അത് മനുഷ്യന് മനസ്സിലാകേണ്ടേ? ഈ യുദ്ധത്തെക്കാൾ പ്രധാനമായി എന്താണ് അവിടെ? എന്തൊരു കാറ്റ്! ഏലിയ, ഈ പ്രകൃതിക്ക് ഇത് എന്ത് പറ്റി? ഊറിയ ഉടൻ ജെറുസലേമിലെത്തണം. അറിഞ്ഞു. എനിക്കും അതിന്റെ കാരണം മനസ്സിലാകുന്നില്ല. ഇനി അബ്സലോം വല്ല ഭ്രാന്ത് പരത്തിലുണ്ടാകുമോ? ഉണ്ടെങ്കിൽ അത് അറിയിച്ചുകൂടെ? ഞാനാണല്ലോ അത് ആദ്യം അറിയേണ്ടത്. അറിയാതെ എല്ലാം ശരിപ്പെടുത്തിക്കൊള്ളാമെന്നായി. പിന്നെ എന്തിനാണ് ഇത്ര വലിയ സൈന്യത്തെ മെനക്കെടുത്ത് ജെറുസലേമിന് പുറത്തിട്ടിരിക്കുന്നത്? ദർഭ പിടിക്കാനും. അതിന് ഈ സൈന്യം ആവശ്യമില്ല, ഞാനും വേണ്ട. അബ്സലോം വികൃതി തുടങ്ങുമ്പോഴാണ് ഊറിയയുടെ അവസരം വരുന്നത്. ക്ഷമിക്കുകയോ? ആ വിഷയം പോകട്ടെ. രാജകൽപ്പനയ്ക്ക് ഭടന്മാർ കാരണം അന്വേഷിക്കാറില്ല. എനിക്ക് ഒരു സംശയം. അത് ശരിയായിരിക്കണമെന്നില്ല. എന്തെങ്കിലും ആകട്ടെ, പറയൂ. ഇവിടുത്തെ യുദ്ധത്തെ പറ്റി വല്ലതും? നീയാണോ പടനായകൻ? അതല്ല, ആക്രമിക്കുന്ന കാര്യം ഞാനാണല്ലോ ആദ്യം പറഞ്ഞത്. അക്കാര്യത്തിൽ നിനക്ക് സംശയം വേണ്ട. എന്തെങ്കിലും ആകട്ടെ, മകൻ പോയി വരും. കുറച്ചുകൂടി ചൂടായിട്ട് നടക്കും വെച്ചവാ. എനിക്ക് ക്ഷീണമൊന്നുമില്ല അന്ന. എന്താണ് ഭർത്താവ് വരുന്നതേ ഇല്ലെന്ന് തോന്നുന്നു. അന്ന! അയ്യോ, കാര്യാതെ ആരെങ്കിലും കണ്ട എന്തോ കാര്യമുണ്ടെന്ന് തോന്നുമല്ലോ. ഇതിനപ്പുറം എന്ത് കാര്യം? അങ്ങനെയാണെന്നല്ലേ എനിക്ക്. എന്നിരുന്നാലും അത് തന്നെയാണോ ആലോചിക്കേണ്ടത്? എന്താ തോന്നുന്ന കാര്യമുണ്ട്? എന്നത് വല്ലതും ആലോചിച്ചുകൂടെ? അതെങ്ങനെയാ? പെണ്ണല്ലേ ജാതി, കഴിഞ്ഞാലേ ആശ്വാസമുണ്ട്. ബെത്സബ, ഞാൻ അടുക്കളയിലൊന്ന് നോക്കിയത് എന്തായെന്ന് അറിയണ്ടേ? എല്ലാം കരിഞ്ഞുപോയി. വായാടിക്കൊണ്ട് നിന്നാൽ ഇങ്ങനെയിരിക്കും. ഉള്ളതൊക്കെ മതി അന്ന. ആഹാ, അത് കൊള്ളാമല്ലോ. അതെന്നങ്ങ് പറഞ്ഞാൽ പോരും. പടക്കളത്തിൽ നിന്നാണ് വരുന്നത്. ഒരു കാളയെ തിന്നാനുള്ള വിശപ്പ് കാണും. എന്നെ എങ്ങാനും തിന്നു കളയുമ്പോ ആവും. ബെത്സബയ്ക്ക് പിന്നെ പേടിക്കാനില്ലല്ലോ. അല്ല, എന്താണ് യൂദ? ഇത് ഇറച്ചി കൊട്ടാരത്തിൽ നിന്നും ഊറിയാവിൽ തന്നയച്ചതാണ്. കൊട്ടാരത്തിൽ നിന്ന് മൂരിയാവിനായോ? അങ്ങനെ ഒരു പതിവില്ലല്ലോ യൂദ. പതിവില്ലാത്ത വല്ലതല്ലേ ഇപ്പോൾ കൊട്ടാരത്തിൽ നടക്കുന്നത്. ആട്ടെ, ഇത് എന്തിറച്ചിയാണ് യൂദ? കാട്ടുപോത്തിന്റെ ഇറച്ചി. ആ, കാട്ടുപോത്തിന്റെയോ? നോക്കട്ടെ നോക്കട്ടെ. നല്ല രുചിയുണ്ട്. അല്ല, ഇവിടെ ഇറച്ചിയല്ല ആവശ്യം. ഇത് ഭക്ഷിക്കാനുള്ള ആളിനെയാണ്. ആട്ടെ, എന്താണ് അദ്ദേഹം ഇത്ര താമസിക്കുന്നത്? വരും വരും, ഇങ്ങനെ നിർത്തിവെച്ചാൽ തിരുമേനിയുമായി സംസാരിച്ച് നിൽക്കുകയാണ്. തിരുമേനിയുടെ അടുത്തുനിന്ന് പോന്നു. പുറത്ത് കാവൽക്കാരുമായി സംസാരിക്കുന്നതാണ്. ആഹാ, അല്ല, എന്നാൽ ഞാനങ്ങ് പോട്ടെ. അയ്യോ നിൽക്കൂ യൂദ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഞാനിവിടെ നിന്നാൽ എനിക്ക് കിട്ടുന്നത് എന്റെ വളർച്ചയ്ക്കും ഒട്ടും യോജിക്കില്ല. പോയേ മതിയാവുന്നതാണോ? അതെ, ഉടനെ അദ്ദേഹം ഏത് നിമിഷം വരാം. അതിനു മുമ്പേ ഞാനങ്ങ് പോകുന്നു. ഇതെല്ലാം ശരിയാക്കി വെക്കും ബെത്സബ. ബെത്സബ, എന്താണ് നീ ഞെട്ടുന്നത്?
പറഞ്ഞ പിന്നെ അവസാനമില്ല. നമ്മൾ കേൾക്കേണ്ടി വരും കുറെ. കഴുതയുടെ കൊമ്പ് കൊണ്ട് 7000 പോയി, പിന്നെ 101 പേരുടെ അഗ്രചർമ്മം എന്റെ ഗോലിയാത്തിന്റെ മകന്. അയ്യോ, ഇതെല്ലാം തണുത്തു പോയല്ലോ. നമുക്ക് പാടാം. എനിക്ക് വയ്യല്ല. ഇതാ, ഇത് കുറച്ച് കുടിക്കൂ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ കുടിച്ചു കാണിക്കാം. അയ്യോ, ഇതാണോ ഈ ആണുങ്ങളിൽ ഇത്ര രസമായി കുടിക്കുന്നത്? ഒട്ടകത്തിന്റെ വായു വേണം. പോയി നോക്കി എനിക്ക് എന്ത് വരാനാണ്? എനിക്ക് പേടിയാണ്. പൂരിയാവിന്റെ ഭാര്യയ്ക്ക് പേടി ആരെങ്കിലും കേൾക്കും? എന്നെ തനിച്ചാക്കി പോവല്ലേ. ഒരു പേടിക്കാരി എനിക്ക് കേൾക്കണ്ട. എനിക്ക് പേടിയാണ്. വരുമ്പോ വരട്ടെ, അന്ന് ഇവിടെ ഇരിക്കും. എനിക്ക് പേടിയാണ്. വേണ്ട വേണ്ട. അദ്ദേഹം വരികയില്ല. അദ്ദേഹം വരികയില്ല. അത് മിണ്ടാതിരിക്കുന്നു. പ്രവചനം കൊണ്ട് വരികയാണ്. എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കും. ഒന്ന് മിണ്ടാതിരിക്കാമോ? വെറുതെ ഇവിടെ ഇരിക്കും. ഇതാ പാടിക്കോളൂ. അന്ന് കിളവി പാടിയ പാട്ടില്ലേ, അത് പാടിക്കോളൂ. പാടിക്കോളൂ. അവൻ പോയില്ല. ഞാൻ വരില്ലല്ലോ. എങ്ങനെയോ പിന്നെ അവൻ എവിടെയാണ്? കാവൽക്കാരോടെ കിടന്നുറങ്ങി. ഒരു പടനായകൻ കാവൽക്കാരോടെ കിടന്നുറങ്ങി. അസാധ്യം, അസാധ്യം. അവൻ മടയണം. എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ വരില്ല. എങ്ങനെയോ ഇന്ന് പദം മുഴുവൻ അവൻ എന്ത് ചെയ്യുന്നു? പകന്മാരോട് കഥകൾ പറഞ്ഞു നോക്കി. കൊള്ളാം, ഒരു പടനായകൻ. അപ്പോൾ അവന് വല്ലതൊക്കെ ചെയ്യാൻ അവസരം കിട്ടിയെങ്കിലോ? അത് വേണ്ടി വരില്ല. ഇത്രയും കാലം പാളയത്തിൽ കഴിഞ്ഞ മനുഷ്യൻ. ശരി, ആഘോഷം നടക്കട്ടെ. But each and all
ഒരാളെ മനസ്സിലാക്കാൻ യുദ്ധം വലുതായിരിക്കണമെന്നില്ലല്ലോ. മുന്തിരിപ്പഴം കായ്ക്കാറില്ല. ഓ, എന്തൊരു മനുഷ്യൻ! ഇതിനെല്ലാം നന്ദി പറയേണ്ടത് തിരുമേനിയോടാണ്. ഊറിയ, നിനക്ക് വേണ്ടിയാണ് ഈ വലിയ വിരുന്ന്. വിരുന്ന്? ആ, ഊറിയ, ഞാൻ ഇതിനകത്ത് ഭക്ഷണം കൊടുത്തേക്കും. ഞാൻ വീട്ടിൽ പോയില്ലല്ലോ. പോയില്ല, ഞാൻ പറഞ്ഞു പോകുന്നു. അന്നും പറഞ്ഞില്ല. എങ്കിലും ഞാൻ എങ്ങനെ പോകും തിരുമേനി? എന്റെ ചങ്ങാതിമാരെല്ലാം അവിടെ പാളയത്തിലല്ലേ. അതുകൊണ്ട് അതിന് മനസ്സ് വരുന്നില്ല തിരുമേനി. അവർ മരണത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നത്. വള്ളം പോയ നിന്റെ മനസ്സ് ശ്ലാഘിക്കേണ്ടത് തന്നെ. എങ്കിലും ഇന്ന് വീട്ടിൽ പോയിട്ടു. വേണ്ട തിരുമേനി, ഞാൻ പോകുന്നില്ല. വേണ്ട തിരുമേനി, എന്നെ പരീക്ഷിക്കരുത്. ഞാനൊരു പഠനാണ്, അവിടുത്തെ പഠനം. അങ്ങന്റെ സ്ഥിരത പരീക്ഷിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങേ നിരാശപ്പെടുത്തില്ല. ഞാനല്ലേ പറയുന്നത്, ഇന്ന് വിരുന്ന് കഴിഞ്ഞ് നിനക്ക് വീട്ടിൽ പോകാം. വേണമെങ്കിൽ ഇതൊരാജ്ഞയെ കാണാം. വേണ്ട തിരുമേനി, കാട്ടുകുതിരകൾക്ക് എന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല. എന്റെ കടമയാണ് എന്റെ സുഖം. നിന്റെ തലയ്ക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. ഞാൻ അല്പം അധികം കുടിച്ചുപോയി തിരുമേനി. പിന്നെ എന്താണ് പരിപാടി? അവിടെ രഭ ഈ അവസ്ഥയിലോ? ഭക്ഷണം ചെല്ലുമ്പോൾ എല്ലാം ശരിയാവും തിരുമേനി. ഓറിയ, ഞാൻ പറയുന്നത് കേട്ട് ഭക്ഷണം കഴിച്ച് വീട്ടിൽ പോയി സുഖമായി കിടന്നോ. നാളെ രഭയ്ക്ക് പോകാം. തിരുമേനി, ഞാൻ സംസാരിച്ചും ഭക്ഷിച്ചും ഒട്ടേറെ സമയം കാണും. ഈ ഓവ വിചാരിക്കും ഞാനൊരു ഭീരുവാണ്. എന്നെ പോകാൻ അനുവദിക്കും തിരുമേനി. തോൽവി എനിക്ക് ഇഷ്ടമല്ല. അത്രമാത്രം എന്റെ തലച്ചോറ് ഉണങ്ങിപ്പോയിട്ടില്ല. അതെ, ദാവീദ് രാജാവിന് തന്റെ ദാസന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും അറിയാം. അതെ, ഞാൻ വിശാല ഹൃദയനായ രാജാവാണ്. എടുത്ത സാമഗ്രികൾ കൊണ്ടുവരൂ. കുറെ നാളായി നിർജീവമായിരിക്കുകയാണ്. ഇത് യോവാവിനുള്ള പ്രത്യേക കൽപ്പനയാണ്. എഴുതിക്കൊള്ളൂ. രബ്ബയുടെ നിരോധനത്തെ പറ്റി നമ്മുടെ മുൻ തീരുമാനം മാറ്റാൻ നിശ്ചയിച്ചിരിക്കുന്നു. നാം ഹിത്യനായ ഊറിയാവിന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നു. പരീക്ഷാർത്ഥം അവൻ കോട്ടയെ ആക്രമിക്കട്ടെ. സൈന്യം ചെറുതു മതി. ഊറിയ തന്നെ സൈന്യത്തെ നയിക്കണം. നടക്കട്ടെ, വീരനല്ലേ. ആക്രമണം പരാജയപ്പെടുമെന്ന് തോന്നിയാൽ ഭടന്മാർ ഊറിയാവിനെ വിട്ട് പിന്മാറിക്കൊള്ളട്ടെ. അതെന്തൊരു സമരതന്ത്രമാണ്? സമരതന്ത്രങ്ങൾ ഉപദേശിക്കുവാൻ മുതിരുന്നവർ അതിനുവേണ്ടി ത്യാഗമനുഷ്ഠിക്കുവാൻ സന്നദ്ധതയുള്ളവരായിരിക്കണം. എന്നിട്ട് അതിനൊരു അർത്ഥാന്തരാന്യാസം. നടക്കട്ടെ. ഈ കഴുത അവിടെ ചെന്ന് എന്താണാവോ ചെയ്തത്? ആക്രമണം ശൂരന്മാരുടെ നേരെ തന്നെ ആയിരിക്കട്ടെ. ഈ നിർദ്ദേശങ്ങളൊന്നും ഊറിയാവ് അറിയേണ്ടതുമില്ല. അത്രയെങ്കിലും വ്യക്തമായല്ലോ. വളരെ വലിയ സൈന്യത്തെ ചെലവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വേണമെങ്കിൽ അവനെ ഒറ്റയ്ക്ക് അയച്ചിരിക്കുക. പാവം ചെറുപ്പക്കാരൻ, ബലിയാട് പോലെ. ഇത് എന്നെ ഏൽപ്പിക്കേണ്ടിയിരുന്നില്ല. എന്ത് ചെയ്യാം? ചെയ്യാതൊക്കുമോ?
വല്ലാത്തൊരു കാറ്റ് പോകും. എന്തൊരു കാലാവസ്ഥയാണ് ഈ യോവാബ്. ആട്ടെ, എന്തിനാണ് എന്നെ വിളിച്ചത്? വിശേഷങ്ങളോ? നീ കൊണ്ടുവന്നത് തന്നെ വിശേഷമല്ലേ? ഞാൻ കൊണ്ടുവന്നത്? അതെ, നിന്റെ മനസ്സിലുള്ളത് തന്നെ. എന്റെ മനസ്സിലുള്ളത്? വേഗം പോയി തയ്യാറായിക്കോളൂ. ശരി, ഒരു സംഘത്തെയും വിളിക്കാം. കോട്ടമുറിൽ കയറി അകത്ത് കിടക്കണം. വിവരമെല്ലാം പിന്നീട് അറിയിക്കാം. ശരിയോ? ഈ കാലാവസ്ഥയിൽ തീർന്നത് തന്നെ. അതിനും ഞാൻ വേണം. രാജഭക്തൻ. അങ്ങോട്ട് പറയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. രക്ഷതയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത്. ഞാനൊരു വീരുമല്ല ബസവ. എനിക്കും എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതും. കല്യാണമില്ലാതെ അതെല്ലാം തീരുമാനിക്കുന്നത് ന്യായാധിപന്മാരല്ലേ? മോശയുടെ ന്യായപ്രമാണത്തിൽ അങ്ങേക്ക് ശക്തിയില്ല. അതുകൊണ്ട് എന്റെ കൈ ദുർബലമായി പോയി എന്ന് കരുതരുത്. ഇനിയും മനസ്സിലായില്ലേ? എന്റെ സ്നേഹം അത്ര നിസ്സാരമാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് സാവകാശമായിട്ട് മതി. പ്രത്യേകിച്ചും നിരാശാജനകമായവ. ഇവിടെ കോപിക്കരുത്. അവസരവും ഔചിത്യവും എല്ലാം എനിക്കറിയാം. പക്ഷേ യോവാബ് ചില വർത്തമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തിരുമേനി എവിടെയാണെങ്കിലും ഒരു നിമിഷം പോലെ കഴിയാതെ അവിടുത്തെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. വേഗം വന്നിട്ട് പോകും. അത്ര നല്ല വർത്തമാനമല്ല. ഒരു പരാജയം. ഒരാക്രമണം നടത്തി പരാജയപ്പെട്ടു. ഒരു ചെറു സൈന്യം കയറി ആക്രമിച്ചു. കോട്ടമതിലിന്റെ താഴെ എത്തിയപ്പോൾ അമ്മോനെ കല്ലെറിഞ്ഞു. മിക്കവരും വീണുപോയി. എന്തൊരു മൗഢ്യമാണിത്! അമാലേക്ക് മരിച്ചതെങ്ങനെയാണെന്ന് ഓർമ്മയില്ലേ? ആ വിദ്യ തന്നെ നമുക്കെതിരെ പ്രയോഗിക്കുക. കഷ്ടം. യോവാബിന് വയസ്സായി. ഉടനെ അയാളെ മാറ്റണം. തിരുമേനി, ഊറിയ മരിച്ചു. അദ്ദേഹമാണ് സൈന്യത്തെ നയിച്ചത്. ധീരമായി പടവെട്ടി. പക്ഷേ ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ധീരനായ ഊറിയ അവൻ ഉത്തമനായിരുന്നു.
തീവച്ച് കോട്ടകൾ ഇടിച്ചു നിരത്തി സകല പുരുഷന്മാരെ കൊന്നൊടുക്കി സ്ത്രീകളെ അടിമകളാക്കി വിൽക്കണം. വെപ്പ ചരിത്രത്തിൽ നിന്ന് വായിച്ചു കളയണം. ഇതാണ് എന്റെ തീരുമാനം. ഇത് നിർവഹിച്ചിട്ടല്ലാതെ യോവാബിന്റെ മുഖം കാണരുത്. ഉടനെ യോവാബിനെ അറിയിക്കൂ. പ്രിയപ്പെട്ട ബത്സബ, ഇസ്രായേലിൽ സ്ത്രീകൾക്കറിയാറില്ല. തിരുമേനി, ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ഞാൻ മാപ്പപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ രാജാവ് എന്തിനാണ് മാപ്പിരക്കുന്നത്? വേദനയോടെയാണെങ്കിലും ആ അധ്യായം അവസാനിച്ചു. ഇനി ലോകം നമുക്ക് സ്വതന്ത്രമാണ്. പറയുന്നത് ഇത് തന്നെ ഇസ്രായേലിൽ ചില സന്ദർഭങ്ങളുടെ വല്ലായ്മ 7 ദിവസം മാത്രമാണ്. അതിനുശേഷം ഇസ്രായേലിൽ ഒരു പുതിയ റാണി വരും. അനേക തലമുറയിലെ അവസാനത്തെ റാണി. പറയാൻ പറ്റിയ സന്ദർഭമാണോ ഇത്? അല്ലായിരിക്കാം. പക്ഷേ ഔചിത്യം ദേഷിക്കാത്ത ആവശ്യങ്ങളുണ്ട്. അന്ന അന്ന എന്റെ ബത്സബയെ നോക്കിക്കൊള്ളൂ. എന്റെ റാണിയെ കഥയില്ല. ബത്സബ, മരണത്തെ മറക്കൂ. ജീവിതമാണ് നാളേക്കുള്ളത്. അത് ബത്സേബയുടെ കയ്യിൽ നിന്ന് വഴുതി പോകില്ല.
നിങ്ങൾ അച്ഛനവരെ സ്വീകരിച്ചുകൊള്ളും. ഒരു കിരീടത്തിന്റെ ഭാരം എന്താണെന്ന് അവൻ അറിയട്ടെ. അത് നിങ്ങൾ അനുവദിക്കില്ല. ഇസ്ലാമിനെതിരായി ഇസ്രായേലിൽ രാജാവായിക്കൂടാ. അബ്സലോം ജീവനോടുകൂടി ഈ കൊട്ടാരത്തിൽ കാലുകുത്തുകയില്ല. വരൂ, പോകാം. യഹോവയുടെ ഇഷ്ടം നടക്കട്ടെ. എന്തെങ്കിലും പ്രത്യേക ആവശ്യം? ഒരാവശ്യം വൈരാഗ്യങ്ങൾക്കും ആവശ്യമുണ്ട്. ചിലപ്പോൾ ഒരു വൈരാഗ്യം ഈ ആഘോഷത്തിനിടയിൽ വന്നു ചേരുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ഒരിക്കലുമില്ല. അങ്ങ് ഏത് സമയവും സ്വാഗതാർഹനാണ്. എന്തെങ്കിലും ഭക്ഷണം വേണ്ട, എനിക്ക് വ്രതമാണ്. എങ്കിലും ഈ ആഘോഷത്തിൽ അല്പം പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങ് സിംഹാസനത്തിലിരിക്കും. ഒരു പുത്രനുണ്ടായിരുന്നു കേട്ടു. യഹോവയുടെ കൃപയാ. അതും യഹോവയുടെ കൃപയാ. ഞാൻ ഒരു
ഈ ആഘോഷത്തിനിടയിൽ ഒരു കഥ കേൾക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ശരി, എല്ലാവരും ഇരിക്കും. ഇരിക്കും ഇരിക്കും, എല്ലാവരും ഇരിക്കും. കഥ ഇങ്ങനെയാണ്. ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായി. ഒരുവനോ ധനവാൻ, മറ്റൊരുവൻ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ദരിദ്രനോ താൻ വില കൊടുത്ത് വാങ്ങിയ ഒരു പെൺകുഞ്ഞാണല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അങ്ങനെ അവനോടൊപ്പം സന്തോഷത്തിൽ വളർന്നു. അവന് അത് സ്വന്തം മകളെ പോലെയായിരുന്നു. ഒരു ദിവസം ഈ ധനവാന്റെ അടുത്ത് ഒരു അതിഥി വന്നു. ഈ അതിഥിക്ക് വേണ്ടി പാകം ചെയ്യാൻ തന്റെ ആടുമാടുകളിൽ നിന്നും ഒന്നിനെ എടുക്കാതെ ഈ ധനവാൻ ആ പാവം പെൺകുഞ്ഞാടിനെ പിടിച്ച് അവന്റെ അടുക്കൽ വന്ന അതിഥിക്ക് വേണ്ടി പാകം ചെയ്തു. യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. കരുണയില്ലാതെ അത് ചെയ്തുകൊണ്ട് അവൻ ഇതിന് 4 ഇരട്ടി പകരം കൊടുക്കണം. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണ്. അതെ, ഇത്തരം കുറ്റങ്ങൾക്കുള്ള ശിക്ഷ വൈകിച്ചുകൂടാ. ഇത് ചെയ്തത് ആരാണ്? ഇത്ര തിടുക്കത്തിൽ വേണം ഈ ആഘോഷമെല്ലാം കഴിഞ്ഞ് സാവധാനത്തിൽ. അങ്ങനെയല്ല, ആഘോഷത്തിന് മതിമറന്ന് നീതി നിർവഹണം നടത്തിക്കൂടായില്ല. ഈ ആഘോഷത്തിനിടയിൽ തന്നെ അത് നടക്കണം. ആരാണ് അവൻ? സാവകാശത്തിൽ പോരെ. പോരാ, എനിക്കറിയണം അതാരാണെന്ന്. ദാവീദിന്റെ ഭരണകാലത്ത് ഇസ്രായേലിൽ നീതി നിർവഹണം നടക്കണം. യഹോവയാണ് അത് നടക്കുകയും ചെയ്യും. ആരാണവൻ? ഇത്ര നിർബന്ധമാണോ? അങ്ങനെ ശോഭിപ്പിക്കുന്നു. ഇനിയും അവനെ മറച്ചു പിടിച്ചാൽ അങ്ങേക്കും ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ പറയും. അതിത്ര ഭയങ്കരമാണ്. വെറും ഒരു ആട്. അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായ അഭിഷിക്തനായി ശൗലിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചു. നിന്റെ യജമാന്റെ ഗ്രഹത്തെയും നിന്റെ മാർഗത്തിലേക്ക് അവന്റെ ഭാര്യമാരെയും ഭക്തന്മാരെയും ഞാൻ നിനക്ക് തന്നു. യഹൂദ ഗ്രഹത്തെയും ഇസ്രായേൽ ഗ്രഹത്തെയും ഞാൻ നിനക്ക് തന്നു. പക്ഷെ നീ കൽപ്പന ലംഘിച്ച് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തത് നീ ഹിത്യനായ ഊര്യാവെ വാളുകൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തു. അമ്മൂനൊരു വാളുകൊണ്ട് അവനെ കൊല്ലിച്ചു. ഞാനിതെങ്ങനെ സഹിക്കും? അധികാരത്തിന്റെ രാജനീതി എന്റെ മകനെ കിളച്ചേതം ചെയ്തു. പാപത്തിന്റെ കൂലി മരണമത്രേ. അയ്യോ, ഞാൻ പാപം ചെയ്തു. ദൈവകോപം തിരമാല പോൽ ആർത്തലച്ചെന്റെ മേൽ പതിച്ചു. ആകാശത്തു നിന്നും കഴുകനെ പോൽ അവിടുത്തെ ദൃഷ്ടി എന്റെ പിന്നാലെ വിട്ടു. പാതാളത്തിന്റെ ഗർഭത്തിൽ ഞാൻ വിളിച്ചു, അവിടുന്ന് എന്നെ വലിച്ചു പുറത്തിട്ടു. മണലിനുള്ളിൽ തല താഴ്ത്തിയ ഒട്ടക പക്ഷിയെ പോലെ ഞാൻ അവിടുത്തെ മുമ്പിൽ തല കൂപ്പിട്ട് നിന്നു. അവിടുന്ന് എന്നെ
താടിയിൽ പ്രഹരിച്ചു. ദൈവമായ കർത്താവേ, ഞാൻ എവിടെ പോയി വിളിക്കും? അവിടുത്തെ കണ്ണുകളുടെ തീഷ്ണത എന്നെ ഭ്രാന്തനാക്കും. മലകളെ, നിങ്ങൾ എന്നെ മൂടുക. അരുവികളെ, നിങ്ങൾ എൻ്റെ മേൽ ഒഴുകുക. ഞാൻ മഞ്ഞിനേക്കാൾ നിർമ്മലനാകട്ടെ. എന്റെ തെറ്റുകൾ അതെന്നെ ചിതൽ പുറ്റുകൾ പോൽ താർന്നു തിന്നുന്നു. തലമുറകൾ നീണ്ടു നിൽക്കുന്ന ശാപം എന്നിൽ നിന്നും അകന്നു പോകട്ടെ. ഇസ്രായേൽ ഭവനത്തിന്റെ മേൽ അവിടുത്തെ സംരക്ഷണത്തിന്റെ കോട്ടകൾ തീർക്കണം. ഞാൻ വെറും ഒരു കൃമിയാണ്. അവിടുത്തെ രക്ഷയുടെ കവചം എനിക്ക് മേൽ നൽകണം. ഇസ്രായേലിന്റെ രക്ഷയും കവചവും കോട്ടയും അവിടെ നിന്നാണ്. എന്റെ തെറ്റുകൾ എന്റെ മേൽ പതിക്കട്ടെ. അങ്ങയുടെ ജനത്തിനെ ശിക്ഷിക്കരുത്. അവിടുത്തെ നീതിയുടെ ദണ്ഡ് ഇസ്രായേൽ ഭവനത്തിന്റെ മേൽ നീട്ടണം. അവിടുത്തെ രക്ഷയും നീതിയും ഇസ്രായേൽ കാണട്ടെ. യഹോവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. യഹോവേ. പറയുവാൻ ഖേദമുണ്ട്. രാജ്ഞിക്ക് എങ്ങനെ? അപകടമൊന്നുമില്ല. യഹോവയ്ക്ക് മഹത്വം. കുട്ടി മരിച്ചു. അത് ആ ഇസ്ഹാക്ക് നേരത്തെ കണ്ടു. ആ പ്രവാചകനാണ് ഇതിനെല്ലാം കാരണം. എങ്കിലും തിരുമേനി ഞങ്ങളെ കൈവിടുമെന്ന്. ഇല്ലയോ, ദാവീദ് രാജാവ് നിങ്ങളെ കൈവിടില്ല. എന്റെ മകൻ മരിച്ചു. എന്റെ പാപത്തിന്റെ ഫലം മരണമേറ്റെടുത്തു. ഇനി എനിക്ക് നിങ്ങളോടും ജനങ്ങളോടും കൂടെ എന്റെ ചുമതലയാണ്. ഞാനത് നിർവഹിക്കും. യഹോവ എന്നെ അതിന് ശക്തിപ്പെടുത്തും. യൂദാ, തിരുമേനി,
എന്റെ മകൻ മരിച്ചു. പാപത്തിന്റെ ഫലം മരണമേറ്റെടുക്കും. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. പശ്ചാത്താപം മരണത്തേക്കാൾ ശ്രേഷ്ഠം. സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു സങ്കീർത്തനം. ഇത്രയും മനോഹരമായ ഈ കാര്യങ്ങൾ ചെയ്ത ആളുകളെ അഭിനന്ദിക്കാതെ പോകുന്ന ഉത്തമമല്ലാത്തതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി ഇരുന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അരങ്ങിൽ ഈ നാടകത്തിന് അരങ്ങിൽ പങ്കെടുത്ത ദാവീദ് രാജാവ് സാബുസ്കറിയ വരൂ. ശമൂവേൽ പ്രവാചകൻ വിൻസെന്റ് ചക്കാലാണ്ട്, ഊറിയ ബെന്നി തോമസ്, ഇസഹാക്ക് ബെന്നിച്ചൻ ജോസഫ്, യോവാൻ സജി തട്ടിൽ, ഏലിയാം എ.സി. സ്റ്റീഫൻ, യൂദ സാജു പുന്നത്തറ, ബെത്സബ, ബിന്ദു മാർട്ടിൻ, അന്ന ഷേർലി തോമസ്, നാഥൻ ഞാൻ, കൂടാതെ ഫ്രാൻസിസ്കോ സാബു, അലേഷ്യ സാബു, ഫ്രാൻസിസ് ബിന്നി, എസ് ആർ ജോബി, കെവിൻ സാബു, ബ്ലസാൻഡോ ബിന്നി, കൂടാതെ 15ഓളം നൃത്യങ്ങൾ അവതരിപ്പിച്ച നമ്മുടെ പെൺകുട്ടികളുണ്ട്. എല്ലാവരും കയറി വരും. എല്ലാവരും മുന്നിൽ നിന്നോ. അതിന്റെ ഏറ്റവും പശ്ചാത്തല സംഗീതം ഡെൽറ്റസ് മാഷ്. സജ്ജീകരണം ഒരുക്കിയത് രാജു, ബെന്നിച്ചൻ, ജോർജ് റെപ്പായി. 4 പേര് വരും. പ്രോപ്പർട്ടീസ് ഉണ്ടാക്കിയത് മിന്ന കുര്യൻ, ഗോഡ്സൺ, പിന്നെ ഫ്ലജി ആൻഡ് മിനു, അങ്ങനെയുള്ള എല്ലാവരും ചേർന്നാണ് ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ചമയം നവ്യ സോണി. ശബ്ദവും വെളിച്ചവും നമ്മൾക്ക് വേണ്ടി ഇത്ര മനോഹരമായി ഒരുക്കി തന്നത് വേറെ ആരുമല്ല, ആരായിരിക്കും? ജോൺസൺ സിറിൽ. സഹായിക്കാൻ ജിജി എന്നൊരാളെ കൂടി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാ കാര്യങ്ങളും സഹസംവിധാനം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ചെയ്തെങ്കിലും സാജു പുന്നത്തറയാണ് സ്ക്രിപ്റ്റൊക്കെ അത്യാവശ്യം വിട്ടുകൊടുക്കുക നടത്തിയത്. സഹസംവിധാനം രാജു പുന്നത്തറ. അവസാനമായി ഒരിക്കൽ കൂടി ഇൻഡോ ഇറ്റാലിയൻ കൾച്ചറൽ അസോസിയേഷൻ തിയേറ്റർ ഇന്ത്യയുടെ ഇറ്റലിയിൽ റോമിൽ രൂപം കൊണ്ടിട്ടുള്ളത് മലയാള ഭാഷ മറന്നു പോവാതെ നമ്മുടെ തലമുറകൾക്ക് ഇങ്ങനെയുള്ള ചില രംഗാവതരണങ്ങളിലൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരണം. ഞങ്ങളൊരു കുടുംബം പോലെ നിൽക്കുന്ന കണ്ടില്ലേ, അതുപോലെ മലയാള ഭാഷ മക്കൾ മറക്കാതിരിക്കട്ടെ. CJ തോമസിന്റെ മലയാള നാടകം ആ മനുഷ്യൻ നീ തന്നെ.
സംവിധാനം ജോബി അഗസ്റ്റിൻ ഇന്ന് അവസാനിച്ചു. നിങ്ങൾക്ക് വന്നതിന് ഒത്തിരി സന്തോഷം. നന്ദി, നമസ്കാരം. വീണ്ടും